ഹായ് ഓൾ, സലാലയിലെ നമ്മൾ ജേണി ഏകദേശം കഴിഞ്ഞ് നമ്മൾ പോകാൻ വേണ്ടി ഉള്ള ഒരുക്കത്തിലാണ്. സാധനങ്ങളെല്ലാം പേക്ക് ചെയ്യുന്ന ഇത് അതിൽ പെടും. ബാഗെല്ലാം കുറച്ച് പേക്കാക്കി. ഇപ്പോൾ ഇനി ഒരു സ്ഥലത്ത് കൂടി പോകണം. അതിനിപ്പോൾ പതിവ് പോലെ തന്നെ നമ്മൾ ആമിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന. നമ്മളിവിടെ താമസിച്ച റൂമായത്. ഡോറടച്ച് അല്ലാണ്ട് പതിവ് പരിപാടിയാണ് ഇത്. വരുന്നില്ലേ? ഇവിടെ കൂടുന്ന ആമിന അവിടെ പോയി. ആമിന ഇന്നെങ്ങാണ്ടും വല്ലതും നടക്കുവാ? സമയം എത്രയായിന്ന് വിചാരം? ഇത്രയും നേരം നമ്മൾ ഇതായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞു. അന്നു അവിടെ ഡ്രസ്സെല്ലാം മാറിയിട്ട് നിൽക്കുന്നു കേട്ടാ. കുറേ നേരമായി അന്നു ഇറങ്ങിയിട്ട്. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഒരു പെട്ട് വരുന്നുണ്ട് കൂടി. ഇല്ല, ഞാൻ മെല്ലെ തൊടുന്നേയുള്ളൂ. അതിന് മുന്നേ കൂക്കി കൊടുക്കണ്ട. എന്നും കൂടി കഴിയുമ്പോഴത്തെ ഏകദേശം എൻ്റെ മൂക്കിൻ്റെയും കണ്ണിൻ്റെയും കാര്യത്തിൽ തീരുമാനമാവും കേട്ടാ. പേനുണ്ടാ ഉണ്ടാകും. ഇതാ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് അപ്പോഴൊക്കെ കാന്നും നോക്കണ്ട. നേരേക്ക് ചെയ്യാം. നല്ല മുടി പോലും അറിയുന്നില്ല. അപ്പേ അവള് മുടി അറിയാത്തത് എൻ്റെ കുഴപ്പമല്ല. മുടിനോട് പോയിട്ട് പറ മുടി അറിയണോന്ന്. അപ്പൊ നീ ആടെ ഇരുന്ന് നമ്മൾ പോകണം. അതാ നല്ലത്. എപ്പോ ഇങ്ങനെ തന്നെ നമ്മളെല്ലാം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവളെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കണം. എല്ലാ ദിവസവും നീ ഇത് തന്നെയല്ലേ ചെയ്യുന്നു. എനിക്കൊന്ന് മാറ്റി പിടിച്ചൂടെ? അപ്പൊ ഞാൻ മാറ്റൂലേ? അപ്പൊ എനിക്ക് തോന്നൂലേ ഞാൻ എപ്പോ ഇതല്ലേ ചെയ്യുന്നു, എപ്പോ ഇതന്നെയല്ലേ ചെയ്യുന്നു. അനക്കൊന്ന് ഞാനൊന്ന് മാറാൻ ശ്രമിച്ചാല് ഇനിയും ഞാൻ മാറണം. അങ്ങനെ അവിടുത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഇതാ സാലിഹ് നബീൻ്റെ ഒട്ടകം പുറപ്പെടുത്ത ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോയത്. മാഷാ അല്ലാഹ്, ഇത് നമ്മളിവിടെ സലാല വന്നാൽ കാണാനുള്ള ലിസ്റ്റിലുള്ള ഒരു സ്ഥലം കൂടിയായിരുന്നു ഇത്. അങ്ങനെ അതും നമുക്ക് കാണാൻ പറ്റി. സമൂദ് ഗോത്രത്തിൽ അയക്കപ്പെട്ട പ്രവാചകനായിരുന്നു സാലിഹ് നബി അലൈഹി വസല്ലം. ഒരിക്കൽ സമൂദ് ഗോത്രക്കാർ സാലിഹ് നബിയോട് ആവശ്യപ്പെട്ടു, നീ അള്ളാഹുവിൻ്റെ ദൂതനാണെങ്കിൽ നിനക്ക് ഈ കാണുന്ന മലയിൽ നിന്നും ഈ പാറക്കെട്ടിൽ നിന്നും ഒരു ഒട്ടകത്തിനെ, അതും ഗർഭിണിയായ വെളുത്ത നിറമുള്ള നെറ്റിയിൽ കറുത്ത പാടുള്ള ഒരു ഒട്ടകത്തെ പുറപ്പെടുവിക്കാൻ നിനക്ക് പറ്റുമോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്രകാരം അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും തൽക്ഷണം അള്ളാഹു താല സാലിഹ് നബിക്ക് വേണ്ടി ആ 2 പാറകൾക്കിടയിൽ നിന്നും ഒരു തടിച്ചു കൊഴുത്ത ഒരു ഗർഭിണിയായ ഒരു ഒട്ടകത്തെ അള്ളാഹു താല ഇതിൽ നിന്നും ഇറക്കിക്കൊടുത്തു. നൂറ്റാണ്ടുകൾക്ക് ശേഷവും ആ ഒരു ചരിത്രപരമായ സംഭവം ഇപ്പോഴും അതുപോലെ സംരക്ഷിച്ചു പോകുന്നുണ്ട്. സലാലയിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് ഇതുപോലത്തെ ചരിത്രപരമായ സംഭവങ്ങളുണ്ട്. ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി നേരെ റൂമിലോട്ട് പോയി. ഉച്ച സമയമാണ്. ഇനി ഫുഡ് കഴിച്ചൊന്ന് വിശ്രമിച്ചിട്ട് വൈകുന്നേരം ഞങ്ങൾ സൈക്കിളും കൊണ്ട് ഇറങ്ങുള്ളൂ. നമ്മൾ കുറച്ച് നേരം വിശ്രമിച്ച് ഒരു 3 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ നേരെ തോട്ടത്തിലോട്ട് ഇറങ്ങി. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ നമുക്കൊരുപാട് എന്താ പറയുക, നമ്മളെ നാട്ടിൽ തന്നെ കാട്ടിയും കൃഷികൾ ഇതെല്ലാം കാണാൻ പറ്റി. ഓക്കെ, ഇന്നത്തെ യാത്രയുടെ നിർത്താം. എന്നിട്ട് നേരെ റൂം പിടിക്കാൻ നോക്കാം. കാബേജ് പോലെ ഉണ്ട്. കഴിഞ്ഞില്ലേ? നമ്മൾ രാവിലെ ഇറങ്ങിയതാ. അപ്പം ഇന്നത്തെ യാത്ര ഇനിയിപ്പോൾ രാത്രി എവിടെയെങ്കിലും പോകാൻ പറ്റുവാണെങ്കിൽ രാത്രിക്ക് ഇറങ്ങും. എന്തായാലും കുറച്ച് നേരത്തെ റെസ്റ്റ് കിട്ടിയേ പറ്റൂ.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം, എന്നാലേ ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോ ഇടാനായിട്ട് ഒരു ഉന്മേഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ. ഞങ്ങൾ നേരെ റൂമിലേക്ക് പോകാം. ഇനി നമ്മൾ പോകാനുള്ള ഒരുക്കങ്ങളെല്ലാം നോക്കണം. ഓക്കെ, ബൈ.